അടിമാലിയിൽ ക്യാൻസർ രോഗിയായ വീട്ടമ്മയെ കെട്ടിയിട്ട് ചികിത്സയ്ക്കായി കരുതിയ തുക അപഹരിച്ച സംഭവത്തിൽ വീട്ടമ്മയ്ക്ക് കൈത്താങ്ങുമായി യൂത്ത് കോൺഗ്രസ്. അപഹരിക്കപ്പെട്ട തുകയ്ക്ക് തുല്യമായ തുക യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീട്ടമ്മയ്ക്ക് ലഭ്യമാക്കി നൽകി. യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡല കമ്മിറ്റിയാണ് നഷ്ടപ്പെട്ട തുകയും ചികിത്സാ സഹായവും കൈമാറിയത്. അതേസമയം പണം മോഷ്ടിച്ച സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഇന്നലെ രാവിലെയായിരുന്നു ക്യാൻസർ രോഗബാധിതയായ ഉഷ സന്തോഷിനെ അടിമാലിയിലെ വീട്ടിൽ കെട്ടിയിട്ടതിന് ശേഷം മോഷ്ടാവ് പേഴ്സിൽ നിന്നും പണം കവർന്നത്. കീമോ ചികിത്സയ്ക്ക് ശേഷം അടിമാലിയിലെ വാടക വീട്ടിൽ അവശനിലയിൽ വിശ്രമിക്കുകയായിരുന്നു ഉഷ. ഇതിനിടെയാണ് മോഷ്ടാവെത്തി പണം കവർന്നത്. സുമനസ്സുകളുടെ സഹായത്താൽ സമാഹരിച്ച തുകയായിരുന്നു മോഷ്ടിക്കപ്പെട്ടത്. പണം നഷ്ടമായതോടെ ധർമ്മസങ്കടത്തിലായ ഉഷയ്ക്കും കുടുംബത്തിനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൈത്താങ്ങായി എത്തി. യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റി വിദേശത്തുള്ള സഹപ്രവർത്തകർ വഴി നഷ്ടപ്പെട്ട തുകയ്ക്ക് തുല്യമായ പണം അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീട്ടിലെത്തി രോഗിക്ക് ചികിത്സാ സഹായം നൽകുകയും ചെയ്തു. വിദേശത്തുള്ള നമ്മുടെ യൂത്ത് കോൺഗ്രസ് പഴയ സഹപ്രവർത്തകൻ നമ്മൾ വിളിക്കുകയും ആ ചേച്ചിയുടെ പക്കൽ നിന്നും അപഹരിച്ചുകൊണ്ടുപോയ 16,000 രൂപ ചേച്ചിയുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നതിനെ തുടർന്ന് നിരവധി സാമൂഹ്യ പ്രവർത്തകർ ബന്ധപ്പെടുന്നുണ്ട്. അവർക്കെല്ലാം നമ്മൾ ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. ചേച്ചിയുടെ നഷ്ടപ്പെട്ട തുക മുഴുവൻ ചികിത്സക്കാരുടെ തുക മൊത്തം എത്തിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. മോഷണം നടത്തിയ പ്രതിയെ ഉടനടി പിടികൂടണമെന്ന ആവശ്യവും യൂത്ത് കോൺഗ്രസ് നേതൃത്വം മുമ്പോട്ട് വെച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷിൻസ് ഏലിയാസ്, ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് രാജീവ്, അടിമാലി മണ്ഡലം പ്രസിഡന്റ് അലൻ നിതിൻ സ്റ്റീഫൻ, DCC മെമ്പർ വിനൂസ് കറിയ, KSU ജില്ലാ സെക്രട്ടറി അലൻ സണ്ണി, ബേസിൽ എന്നിവരാണ് വീട്ടിലെത്തി വീട്ടമ്മയ്ക്ക് തുക കൈമാറിയത്. അതേസമയം പണം മോഷ്ടിച്ച സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.